കേരളത്തെ കൂടാതെ ഓണത്തിന് അവധി നൽകുന്ന ഏക സംസ്ഥാനം ഏതാണ്? ഉത്തരം മിസോറാം. സംഘകാലത്ത് ഇന്ദ്രവിഴ എന്നറിയപ്പെട്ടിരുന്ന ഉത്സവം ഏതാണ്? ഉത്തരം ഓണം. ഓണത്തുനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം കായംകുളം. വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? ഉത്തരം തൃക്കാക്കര. വാമനന്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലം ഏത്? ഉത്തരം തൃക്കാക്കര. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വേദം ഏതാണ്? ഉത്തരം ഋഗ്വേദം. മലബാറിൽ ഓണത്തിന്റെ വരവറിയിച്ച് എത്തുന്ന തെയ്യം ഏതാണ്? ഉത്തരം ഓണപ്പൊട്ടൻ. എത്രാമത്തെ ഓണമാണ് കാടിയോണം എന്നറിയപ്പെടുന്നത്? ഉത്തരം ആറാമത്തെ. ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ഏത് പദം ലോപിച്ചതാണ് ഓണം? ഉത്തരം ശ്രാവണം. അത്തപ്പൂക്കളത്തിൽ ആദ്യ ദിനം ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? ഉത്തരം ചുവപ്പ്. ഓണപ്പാട്ടുകൾ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം അഞ്ചാമത്തെ. വാമനപുരം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ്? ഉത്തരം മഹാബലി. ഓണത്തിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? ഉത്തരം തൃക്കാക്കര. തൃക്കാക്കര എന്ന സ്ഥലത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം വാമനന്റെ പാദമുദ്രയുള്ള സ്ഥലം. തൃക്കാക്കരയുടെ പഴയ പേര് എന്തായിരുന്നു? ഉത്തരം കാലക്കരനാട്. തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുള ഏതാണ്? ഉത്തരം മദേവർ. വാമനമൂർത്തിയെ തൃക്കാക്കരയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത് ആരാണ്? ഉത്തരം പരശുരാമൻ. രണ്ടാം സാമ്രാജ്യകാലത്ത് തൃക്കാക്കരയപ്പനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ഉത്തരം തിരുക്കാൽക്കരയിൽ പട്ടാരകൻ. കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം ഏത്? ഉത്തരം അത്തച്ചമയ ഘോഷയാത്ര. ഏതു നാളാണ് തിരുവോണത്തിന്റെ തലേ ദിവസം? ഉത്തരം ഉത്രാടം നാൾ.
ഓണാഘോഷം അവസാനിക്കുന്നത് ഏത് നാളിലാണ്? ഉത്തരം ചിങ്ങമാസത്തിലെ ചതയം നാളിൽ. ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന ആഘോഷം ഏത്? ഉത്തരം അത്തച്ചമയം. ചിങ്ങം 1 ഏത് ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം കർഷക ദിനം. തൃശൂരിൽ പുലി കളിക്കുന്നത് എന്നാണ്? ഉത്തരം തിരുവോണത്തിന്റെ 3-ാം നാൾ. ഇന്ദ്രവ്യൂഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഇന്ദ്രന്റെ വിജയം. വിഷ്ണുവിന്റെ മറ്റൊരു അവതാരത്തിന്റെ ജന്മദിനവും ചിങ്ങമാസത്തിലാണ്. ആരുടേതാണത്? ശരി ഉത്തരം ശ്രീകൃഷ്ണന്റെ. ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം കൃഷ്ണഗാഥ. ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത്? ഉത്തരം കറുക. അടുത്തത് കുറച്ച് ബോണസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തൂ. എന്നാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? അവിട്ടം നാളിൽ നടക്കുന്ന വിനോദം ഏതാണ്? എന്നാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത്? ഈ ഒരു ക്വിസിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചു എന്ന് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.